എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതെടുക്കാം, ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ കഴുകി തിരിച്ച് വണ്ടിയിൽ വെക്കാം. നിങ്ങളുടെ 90% പ്ലാസ്റ്റിക് പ്രശ്നങ്ങളും അതുകൊണ്ട് തീർക്കാൻ പറ്റും. ഭക്ഷണം മേടിക്കുന്നതിൽ പാചകം ചെയ്ത ഭക്ഷണം പുറത്തുനിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് സർവ്വസാധാരണമാണ്. അതിനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും പ്ലാസ്റ്റിക് പൊതികളും അലുമിനിയം ഫോയിലും ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരവും ഇതൊക്കെ തന്നെയാണ്. ഇത് ഒഴിവാക്കാനുള്ള ഒരു പ്രചരണ വീഡിയോ ആണിത്. ചെറിയൊരു സൊല്യൂഷനാണ് ഇതിൽ പറയുന്നത്. ഇത് കഴിയുന്നത്ര ആളുകളുമായി പങ്കുവെക്കണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ബ്രഹ്മപുരത്തെ മാലിന്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏതാണ്ട് അത് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ സഹപാഠിയായിരുന്ന ചേർത്തല NS കോളേജ് അധ്യാപിക രഞ്ജിനി, കെമിസ്ട്രി അധ്യാപിക, അവരെനിക്ക് ഒരു എൻവയോൺമെൻറ്റിനെ കുറിച്ച് താല്പര്യമുള്ള ഒരാളാണ്. രഞ്ജിനിയും ഭർത്താവ് അശോകും ചേർന്നൊരു നാട്ടുമാവിൻ്റെ തൈ അവരുടെ വീട്ടിൽ വളരെ വിശേഷപ്പെട്ടൊരു നാട്ടുമാവ് കിളിപ്പിച്ചു തന്നു. അത് തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതിനാദ്യം ഒരു ക്ഷമാപണം കൂടെ പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവരെനിക്കൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു. ആരാണ് അയച്ചതെന്നറിയില്ല. ആരോ ഒരാൾ തയ്യാറാക്കിയാണ്. അതായത് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഹോട്ടലിൽ ഭക്ഷണം വാങ്ങിക്കാൻ പോകുമ്പോൾ പാഴ്സൽ വാങ്ങിക്കാതെ ഒരു പാത്രം കൂടെ കൊണ്ടുപോകുക. പാഴ്സൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിലോ അലുമിനിയം ഫോയിലോ ഒക്കെ പൊതിഞ്ഞെടുക്കുന്നതിനും പാത്രത്തിൽ കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ യാദൃശ്യമായിട്ട് അത് പെട്ടെന്നൊരു ചിന്ത, നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ അത് സഹായകമാണ്. ഈ അടുക്കുപാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു സൗകര്യത്തെക്കുറിച്ച് സത്യത്തിൽ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ പലരും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു കൺവീനിയൻസ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനൊരു കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ പുറകിൽ എപ്പോഴും ഒരു 1-2 തരം അടുക്കുപാത്രങ്ങൾ കാണും. അത് 2 പർപ്പസാണ്. ഒന്നെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആരെങ്കിലും അതിഥികൾ വരുന്നു, പുറത്തും ഭക്ഷണം മേടിക്കണമെങ്കിൽ അപ്പോൾ പാത്രം തപ്പി നടക്കാതെ ഹോട്ടലിൽ എപ്പോഴും വണ്ടിയിൽ തന്നെ ആ പാത്രം കാണും. 2, പോകുന്ന വഴിക്ക് ഞാൻ ചിലപ്പോൾ ചില ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്കുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കൊടുക്കണമെന്നോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനും പാഴ്സൽ ഒഴിവാക്കാനായിട്ട് വണ്ടിയിൽ 2 പാത്രം സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഒരു സൗകര്യത്തെക്കുറിച്ച് ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല സദ്യ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 200-230 രൂപയാണ് അവരുടെ വെജിറ്റേറിയൻ സദ്യക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം വരുന്ന പ്ലാസ്റ്റിക് ഫോയിലുകളും പ്ലാസ്റ്റിക് കൂടുകളും അസംഖ്യമാണ്. അത് മണ്ണിൽ ചേരാൻ കാലങ്ങളെടുക്കും. അത് കഴുകി വൃത്തിയാക്കി കൊടുക്കുക എന്ന് അതിനേക്കാൾ വലിയ പണിയാണ്. ഇനി ഇത് നമ്മൾ വളരെ ചെറിയ തോതിൽ 40 രൂപയ്ക്കോ 50 രൂപയ്ക്കോ ഊണ് കൊടുക്കുന്ന സ്ഥലത്ത് ചെന്നാൽ അവിടെയും പ്ലാസ്റ്റിക്കുകളാണ്. അവിടെ വില കുറഞ്ഞ പ്ലാസ്റ്റിക്കുകളാണ്. ഈ പ്ലാസ്റ്റിക്കിന് അടിസ്ഥാനപരമായിട്ടൊരു അപകടമുണ്ട്. പ്ലാസ്റ്റിസൈസ് എന്നൊരു ഘടകം അതിലുണ്ട്. അത് ഡോക്ടർ ആഷ്ലി മുളമൂട്ടിൽ എന്നൊരാൾക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളൊരു കൺസൾട്ടൻസി, വളരെ പ്രശസ്തനായ ഒരു നേത്രരോഗ വിദഗ്ധനാണ്, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഘടകം നമ്മുടെ രക്തത്തിലൂടെ ചെന്ന് നമ്മുടെ കണ്ണിലെ ഞരമ്പുകളിലാണ് അത് അടിയുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മുടെ കാഴ്ച ഒരു 10-15 വർഷം കഴിയുമ്പോൾ പോകും എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അത് ചൂട് ചായയും മറ്റും പ്ലാസ്റ്റിക് കൂട്ടിൽ കെട്ടിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ചൂട് കറി കെട്ടിയാലും അത് തന്നെയാണ്. പ്ലാസ്റ്റിക് കൂട് പ്രഥമ ദൃഷ്ടിയ ഉരുകുന്നില്ല, പക്ഷേ അത് ഉരുകുന്നുണ്ട്. അതിൻ്റെ ചെറിയ ഘടകങ്ങൾ ഈ ഇതിലേക്ക് ഭക്ഷണത്തിലേക്ക് കലരുകയും അത് നമ്മുടെ കണ്ണിൽ വന്ന് അടിയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം, ഇതിനിപ്പോൾ കുടലിൽ ചെന്നാൽ എന്ത് പ്രശ്നമുണ്ട്, മറ്റേ കരളിൽ ചെന്നാൽ എന്ത് പ്രശ്നമൊന്നും എനിക്കറിയില്ല, എന്തായാലും ഇത് പ്രശ്നമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഈ വേസ്റ്റ് ബാക്കി വരുമ്പോൾ ആളുകളാണെങ്കിൽ നമ്മുടെ ഈ കറികളിൽ പലതും കൂട്ടാറില്ല. ഇപ്പോൾ ഈ അച്ചാറടക്കമുള്ള സാധനങ്ങൾ പലരും ഉപയോഗിക്കാതെ വരുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കവറിനൊരു കെട്ടിട്ടിട്ട് നേരെ വഴിയിലേക്ക് എറിയും. അപ്പോൾ അത് മണ്ണിൽ ചേരാത്ത ഒരവസ്ഥ വരുന്നു. ഇനിയിപ്പോൾ ഈ കവർ കഴുകി വൃത്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ടത് പ്ലാസ്റ്റിക് എഴുന്നൂറ് കൊടുക്കുകയാണ് മര്യാദ. അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷം ആ കവറിനെ തിരിച്ചിട്ടിട്ട് മണ്ണിലേക്ക് ഇടുകയാണെങ്കിലും അതിൻ്റെ ഭക്ഷണം പറ്റിയ വശം പുറത്താക്കി ഇട്ടാൽ തന്നെ ഏതെങ്കിലും ജീവികൾ അത് ഭക്ഷിച്ച് വൃത്തിയാക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരാൾ പ്രതികരണമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഇപ്പോൾ ആമകൾ വന്ന് ഈ വേസ്റ്റ് തിന്നത്. സത്യമാണ്, ആമയാണ് ഏറ്റവും വലിയ സ്കാവഞ്ചേഴ്സിലൊരാണ് ആമ. നമ്മുടെ ഈ നദീതീര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നദീതട സംരക്ഷണം, നദീ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് ആദ്യം ചെയ്യുന്നത് ആമയുടെ മുട്ട വിരിയിച്ച് ആ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുകയാണ്. കാരണം നദിയിലെ ഒരുമാതിരിപ്പെട്ട വേസ്റ്റ് മുഴുവൻ തിന്ന് തീർക്കാൻ ആമ മതി. അപ്പോൾ ഇപ്പോൾ എൻ്റെ വിഷയം ഇതൊന്നുമല്ല. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിനെ മാറ്റി പകരം ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഈ അടുക്ക് പാത്രം, സ്റ്റീൽ പാത്രങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഞാനിതിലൊരു ഉദാഹരണം കാണിക്കുക വെച്ചാൽ, ഇതൊരു പിക്നിക്കിന് പോകുന്ന ആൾ, ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾ നമ്മുടെ ഈ പിക്നിക്കിന് പോവുകയും മറ്റും ചെയ്യുമ്പോഴാണ് ഈ ഭക്ഷണം പാഴ്സലുകളായിട്ട് വാങ്ങിച്ച് കൊണ്ടുപോവുകയും ഇതൊക്കെ ചെയ്യുന്നത്. അവർ ആ പിക്നിക് സ്ഥലങ്ങൾ മുഴുവൻ വൃത്തികേടാക്കുകയും ചെയ്യും. കല്ലാറിലടുത്ത ഈ ഇടയ്ക്ക് ഞങ്ങളിവിടെ ഈ ഒരു അന്താരാഷ്ട്ര നർത്തകി, ഒരു വളരെ പ്രശസ്തമായ ഒരു നർത്തകി, അവരുടെ വിദ്യാർത്ഥിനികളും ചേർന്ന് ഞങ്ങൾക്കിവിടെ ഒരു കമ്പനി ഇൻവിസിൻ്റെ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഇൻവിസ് മൾട്ടിമീഡിയ എന്ന് നേരത്തെ അറിയപ്പെടുന്ന ഇൻവിസിൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ സമീപത്തുള്ളൊരു പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യം കണ്ടിട്ട് അവരത് മുഴുവൻ വൃത്തിയാക്കാൻ ഇറങ്ങുകയുണ്ടായി. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം എങ്ങനെ വന്നതാണ്? ഇതുപോലെ ആളുകളുണ്ട് കുപ്പിയും തോണ്ടും എല്ലാം വലിച്ചെറിഞ്ഞാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ളൊരു മാർഗ്ഗം ഒരു ഉദാഹരണം കാണിക്കുക. ഇതിപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് പാത്രമാണ്. ഇതിൽ നമുക്ക് ചെയ്യാം, ഇത് ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ
ഇതാ ഈ പാത്രം. ഇത് കേരളത്തിലുണ്ടാക്കുന്നതല്ല, ഇത് തമിഴ്നാട്ടിലുണ്ടാക്കുന്നതാണ്. തീർന്നില്ല. കഴിക്കാനുള്ള പ്ലേറ്റുകൾ, ഇതെല്ലാം പ്ലേറ്റുകളാണ്. അപ്പോൾ ഇതിപ്പോൾ 1 2 3 4 5 തട്ടുകളുണ്ട്. ഇത് കറികൾ വെക്കാനും പറ്റും. ഇനി ഇതിലും ചെറിയ തട്ടുകൾ അച്ചാറും മറ്റും വെക്കാനുള്ള വേറെ ഉണ്ട്. അത് ഞാൻ അവിടെ എവിടെയോ വെച്ചിരിക്കുകയാണ്. സ്പൂണുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടക്കി എടുത്തു കഴിഞ്ഞാൽ വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഈ സാധനങ്ങളെല്ലാം നമുക്ക് തിരിച്ചിടാൻ പറ്റും. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. സത്യത്തിൽ ഇതിനൊരു തുകൽ കൊണ്ടുള്ള ഒരു പാത്രം കൂടെ ഉണ്ട്. ഇതിന് ഉറ കൂടെ ഉണ്ട്. ആ ഉറ ഞാൻ എവിടെയോ വെച്ചുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ്. ഇത് 5 പേർക്കുള്ള 6 പേർക്കുള്ള ഭക്ഷണം ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങളുടെ കാറിൻ്റെ പുറകിൽ വെക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഗ്യാസ് സിലിണ്ടർ നമ്മൾ കാറെ വെച്ച് കൊണ്ടുപോകുന്നില്ലേ? ഇതിന് പരമാവധി വരുന്ന ഭാരം എന്ന് പറഞ്ഞാൽ 1 കിലോയിൽ താഴെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ, നമുക്കതിനുള്ള മടിയില്ലെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് 1 2 എണ്ണം വാങ്ങിച്ചേക്കണം. ഇതിനകപ്പാടെ 10 600 700 രൂപ വില വരുമായിരിക്കും. ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, പലതരത്തിലുണ്ട്. ഇത് 4 തട്ടുള്ള ഒരു ചെറിയ പാത്രം, 1 2 3 4 തട്ടുള്ളൊരു ചെറിയ പാത്രമാണ്. ഇതിൻ്റെ മുകളിൽ ഇത് നമ്മുടെ ട്രഡീഷണൽ പാത്രത്തിൻ്റെ രീതിയാണ്. വളരെ ഒതുക്കമുണ്ട്. ഇത് സ്കൂട്ടറിലൊക്കെ പോകുന്നവർക്ക് വളരെ ഭംഗിയായിട്ടിത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്തും ഇത് കൂടാതെ ഇവിടെ ഇങ്ങനൊരു പാത്രം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 5 ഡിഷ് വരെ ഇതിൽ വെക്കാം. ഒരു വീട്ടിലേക്കുള്ള ഊണൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതൊന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ വലുതാണ്, മറ്റേതിനെ അപേക്ഷിച്ച് വലിയതാണ്. ഇതിപ്പോൾ ഒരു 2 3 പേർക്കുള്ള സാധനങ്ങൾ ഉണ്ടാകാൻ പറ്റും. ഇതും 1 2 3 4 തട്ട് തന്നെയാണ്, വലിപ്പം കൂടുതലാണ്. ഇത് 3 തട്ടുള്ളൊരു പാത്രമാണ്. ഇതിനും പക്ഷേ വളരെ സാധ്യതകളുണ്ട്. ഈ സാധനം മേടിച്ച് നിങ്ങളുടെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നിങ്ങളുടെ വീട്ടിലും വെക്കുക, ഒരെണ്ണം വണ്ടിയിലും വെക്കുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് എടുക്കാം, ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ കഴുകി തിരിച്ച് വണ്ടിയിൽ വെക്കാം. നിങ്ങളുടെ 90% പ്ലാസ്റ്റിക് പ്രശ്നങ്ങളും അതുകൊണ്ട് തീർക്കാൻ പറ്റും, ഭക്ഷണം മേടിക്കുന്നതിൽ. പിന്നെ നിങ്ങളൊരു ഹോട്ടലിൽ ഇങ്ങനെ ഒരു പാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും എന്ത് വിചാരിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു വലിയ പ്രശ്നം. ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ മോശക്കാരാണോ, അടുക്ക് പാത്രവും തൂക്കി നടക്കുന്നു, ഇനിയിപ്പോൾ എന്താണ് വല്ല ഫാക്ടറിയിൽ ജോലിക്ക് പോകുകയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും എന്നുള്ളതാണല്ലോ പ്രശ്നം. നിങ്ങൾ വളരെ തൻ്റെ ഇടത്തോടെ തന്നെ പോവുക. നിങ്ങൾ ഈ നാടിനെ സംരക്ഷിക്കാനായിട്ട്, ഇവിടുത്തെ മണ്ണിൻ്റെയും ഇതിൻ്റെയും മരങ്ങളെയും സംരക്ഷിക്കാനായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് നിങ്ങൾ പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ ഉത്തരവാദിത്തോടെ, പൂർണ്ണ ചങ്കൂറ്റത്തോടെ, അഭിമാനത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള പാത്രങ്ങൾ ദയവായി വാങ്ങിക്കുക. ഞാൻ ഒരു പാത്രക്കട തുടങ്ങിയിട്ടില്ല, എൻ്റെ കച്ചവടത്തിനായിട്ടാണെന്ന് വിചാരിക്കുന്നത്. വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. അങ്ങനെ തുടങ്ങുന്ന ഒരു കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ആളുകൾക്ക് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് സേലത്തോ എവിടെയൊക്കെ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേരളത്തിലേക്ക് ഇറക്കിയാൽ എന്താണെന്ന് പോലും ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇത് കഴിയുന്നതും തപ്പിയെടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാത്രങ്ങളിലേക്ക് മാറുക എന്നൊരു അഭ്യർത്ഥനയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു അഭ്യർത്ഥനയാണ്.